ഇന്ന് അന്താരാഷ്ട്ര തൊഴിൽ ദിനമാണ്. മെയ് 1. 1886 ചിക്കാഗോയിലെ ഹൈ മാർക്കറ്റിൽ നടന്ന തൊഴിലാളി പ്രക്ഷോഭവും അനിഷ്ട സംഭവങ്ങളുടെയും അനുസ്മരണമാണ് മെയ് ദിനം. തൊഴിലാളികൾക്ക് 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന നിയമം അംഗീകരിക്കപ്പെട്ടത് ഈ സമരത്തിലാണ്. തികച്ചും യാദൃച്ഛികമാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് മെയ് ദിനമായിട്ട് വന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്ന നിയമത്തിൽ തൊഴിൽ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. സൂറത്ത് ജുമുഅയിലെ 10-ാമത്തെ വചനം, ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നമ്മൾ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ, ജുമുഅ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കരുത്. അള്ളാഹുവിൻ്റെ ഫളലായ ധനസമ്പാദനത്തിനായി നിങ്ങൾ തൊഴിലിൽ വ്യാപൃതനാകുവാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. തൊട്ട് മുമ്പ് പറയുന്നത് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. നിങ്ങൾ തൊഴിലിലൊക്കെ ഇങ്ങനെ വ്യാപൃതനായി, നിങ്ങൾ എന്തെങ്കിലും വ്യാപൃതനായിക്കൊണ്ടിരിക്കെ അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ, നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അവന്റെ സ്മരണയിലേക്ക്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വളരെ വേഗം നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നടക്കുക. തികച്ചും ഭൗതിക പ്രധാനമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മീയതയുടെ കയ്യൊപ്പ്. തൊഴിൽ മേഖല ഇന്നിപ്പോ കൃത്യവിലോപത്തിന്റെ, അഴിമതിയുടെ വിളനിലമായൊക്കെ മാറാൻ കാരണം ഈ ഒരു ബോധം, ഈ ആത്മീയതയും ഭൗതികതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള തൻ്റെ തൊഴിൽ മേഖലകളിൽ ഈ ഒരു സ്മരണ നമുക്ക് നഷ്ടപ്പെട്ടതാണ്. മെയ് ദിനം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരം, മെയ് എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെയാണ്. ശരീരം മെയ് അനങ്ങിയിട്ടും അനങ്ങാതെയും പണിയെടുക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയിട്ടാണ്. ഇന്നിപ്പോൾ പഴയ ഒരു തൊഴിലാളി മുതലാളി കൺസെപ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ പുതിയ രൂപങ്ങളും ഭാവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ ആ ചർച്ച. എത്ര മനോഹരമായിട്ടാണ് ഒരു തൊഴിലിനെയും ആരാധനയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. ഇസ്ലാമിൻ്റെ അതിൻ്റെ ജീവിതശീലങ്ങളുടെ മഹത്വം, അത് ദൈവിക പ്രധാനമാണ്, ആരാധന പ്രധാനമാണ്, ആത്മീയ പ്രധാനമാണ് എന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശീലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റി നിർത്താൻ കഴിയുകയില്ല. ഏത് ആരാധന നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മേഖലയെയും അത് സ്പർശിക്കാതെ വിടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇവിടെ നമ്മൾ തൊഴിൽ കണ്ടെത്തുന്നതോടൊപ്പം, അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഫള് കണ്ടെത്തുന്നതിന് വേണ്ടി, ധനം നേടുന്നതിന് വേണ്ടി, അതിന് കാരണമായി അതിന്റെ സ്വഭാവം എങ്ങനെയാണ് നമ്മൾ ധനസമ്പാദനം നടത്താൻ കഴിയുക? നമ്മൾ അധ്വാനിക്കുന്നവരായി മാറണം. വെറും മടിയന്മാരായി ഇവിടെ ഇരുന്ന് ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല വേണ്ടത്. അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ തന്നെ ആരോഗ്യം, നമ്മുടെ തന്നെ ആവശ്യമായ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപജീവനം കണ്ടെത്തുന്നതോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ, മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപജീവനം കണ്ടെത്തുക എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനമുള്ള ഒന്നാണ്. 2 പ്രതിഫലമാണ് അതിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കുന്നത്. എങ്ങനെയാണ്? അധ്വാനിച്ചുകൊണ്ട്, ഈ ഭൂമിയിൽ അധ്വാനിച്ചുകൊണ്ട് ഇവിടത്തെ ഭൗതികമായ പ്രതിഫലം, കൂലി, ശമ്പളം നമ്മൾ നേടുന്നതോടൊപ്പം തന്നെ ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിൽ നിന്ന് അത് പ്രതിഫലാർഹം കൂടിയായിട്ട് മാറുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് തൊഴിലെടുത്ത് ജീവിക്കുവാൻ പാകത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയെ തന്നെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല
ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. അള്ളാഹു ഈ ഭൂമിയെ ദലൂലാക്കി നിങ്ങൾ ലോകത്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഉപജീവനം കണ്ടെത്തുക. ദലൂൽ അതിനനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപജീവനം കണ്ടെത്താനുള്ള പാകത്തിൽ നമ്മുടെ സൗകര്യത്തിന് അള്ളാഹു ദലൂലാക്കി, അള്ളാഹു സംവിധാനിച്ചു തന്നു. എന്ത്? വകുലൂ മിൻ റിസ്ഖിഹി, അവന്റെ റിസ്ഖിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി. വഇലൈഹി നുശൂർ, താൻ കണ്ടെത്തുന്ന തൊഴിൽ മേഖല, തന്റെ ഉപജീവന മാർഗം നിങ്ങൾ കണ്ടെത്തുമ്പോൾ വഇലൈഹി നുശൂർ, നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകാൻ പാടില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ കണ്ടെത്തുമ്പോൾ പലതും നിങ്ങൾ നേടും. തൊഴിലെടുത്തുകൊണ്ട് നേടും, നിങ്ങൾ പണിയെടുത്തുകൊണ്ട് നേടും, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് നേടും, നിങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ട് നേടും. അപ്പോൾ വകുലൂ മിൻ റിസ്ഖിഹി, നിങ്ങൾ ആ കാരണം അത് കണ്ടെത്തുന്ന ഫളിൽ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന്റെ റിസ്ഖാണ്. നമ്മൾ ഭൗതികമായി നമ്മൾ കണ്ടെത്തുന്നത് അള്ളാഹുവിന്റെ റിസ്ഖ്, അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് വഇലൈഹി നുശൂർ, നിങ്ങൾ അവനെ മറന്നു പോകാൻ പാടില്ല. കാരണം നാളെ നിങ്ങൾ ഈ സംവിധാനം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചിരിക്കെ നാളെ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിനെ പറ്റിയിട്ട് കണക്ക് പറയേണ്ടി വരും, ഉത്തരവാദിത്തം ബോധിപ്പിക്കേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ ഭൂമി എന്ന് കരുതുന്നിടത്ത് കുഴി കുഴിച്ച് അവിടെ വിത്ത് പാകി ആ വിത്ത് മുളച്ച് വിളയായി അതിൽ നിന്ന് കൊയ്തെടുത്ത് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയുണ്ടല്ലോ, നിങ്ങൾ വിള നൽകിക്കൊണ്ട്, നിങ്ങൾ വെള്ളമൊഴിച്ചുകൊണ്ട് വളം നൽകി, നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള നിങ്ങളുടെ തോട്ടങ്ങളുണ്ടല്ലോ. സൂറത്തുൽ കഹ്ഫ് എന്നും നമ്മൾ ഓതുന്നവരല്ലേ? ഒരു തോട്ടക്കാരന്റെ കഥ മനോഹരമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് താൻ നേടിയ സമ്പത്തിൽ അഹങ്കരിച്ചു കൊണ്ടിരിക്കെ അവിടെ വന്ന ഒരു മലവെള്ളപ്പാച്ചിൽ അത് നശിച്ചു പോയപ്പോൾ ഭൂമി ഒന്ന് കുലുങ്ങിയാൽ നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ ധരിച്ചു വെച്ച നമ്മൾ നേടിക്കൊണ്ടിരുന്നതെല്ലാം തകർന്നു പോവുകയില്ലേ? കച്ചവടത്തിൽ നമുക്ക് നാശനഷ്ടങ്ങൾ വരാറില്ലേ? ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കാരണമായ ഫള്, ഈ സബബ്, തൊഴിൽ കണ്ടെത്തി നമ്മൾ സമ്പന്നരാകാൻ കാരണമായ ആ സബബ്, അത് അള്ളാഹുവിന്റെ ഫളാണ്. ഇത് ഒരിക്കലും നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല. അധ്വാനിച്ചുകൊണ്ട് സാമ്പത്തിക ശേഷിയുള്ളവനായിരിക്കെ നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുന്നവനായി മാറണം. 10 രൂപക്ക് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയിട്ട് ദരിദ്രനായി യാചിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരിക്കല് റസൂലിന്റെ അടുത്തിട്ട് ഒരാള് ഇങ്ങനെ എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട് വന്നപ്പോ മൂപ്പരോട് പറഞ്ഞത് ഒരു കോടാലി വാങ്ങിക്കൊടുത്തിട്ട് കാട്ടിൽ പോയി വിറക് വെട്ടി ശേഖരിച്ചു കൊണ്ടുവന്നത് വിറ്റിട്ട് ഉപജീവനം നടത്തൂ. ഇങ്ങനെ യാചിച്ചുകൊണ്ട്, ചോദിച്ചുകൊണ്ട്, മേടിച്ചുകൊണ്ടല്ല നമ്മൾ നടത്തേണ്ടത്. 10 രൂപക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് പലരും വരാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദിക്റിനേക്കാൾ ശ്രേഷ്ഠം നമ്മൾ അധ്വാനിച്ച് സമ്പന്നനായിട്ട് അവനെ ഓർത്തുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഒരു ശുക്രിന്റെ ദിക്റില്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു ദിക്റാണ് ശ്രേഷ്ഠമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഉറപ്പാക്കിയ, നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പ് നൽകിയ 10 പേരുണ്ട്. ആ 10 പേരിൽ 6 പേരും അതിസമ്പന്നരായിരുന്നു. നിങ്ങൾക്കറിയാം, സമ്പന്നൻ സ്വർഗത്തിൽ പോവുകയോ. അതിസമ്പന്നരായ 6 പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10 പേരുടെ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പ് പറഞ്ഞവ 10 പേരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവരെങ്ങനെയായിരുന്നു സമ്പാദിച്ചത്? അധ്വാനിക്കുകയായിരുന്നു, കച്ചവടം നടത്തുകയായിരുന്നു.
മറ്റു പല മാർഗങ്ങളിലൂടെ, അനുവദനീയമായ ഹലാലായ മാർഗങ്ങളിലൂടെ അധ്വാനിച്ച് സമ്പന്നരായിക്കൊണ്ട് സ്വർഗം ഉറപ്പാക്കിയവരാണ്. പ്രവാചകന്മാരുടെ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കി. അവർ സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടായിരുന്നു അവർ ഉപജീവനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പ് പണിയാണ് നടത്തിയത്. കൊല്ലപ്പണി എന്നൊക്കെ നമ്മൾ പറയൂലേ, ഇരുമ്പ് പണിക്കാരനായിരുന്നു. മൂസാ നബിയെ സൂറത്തുൽ ഖസസ് എടുത്ത് നിങ്ങൾ ഇങ്ങനെ നോക്കുക. അതിന്റെ ആ ഒരു 28, 26, 21 ഭാഗങ്ങളിലൂടെ നിങ്ങളിങ്ങനെ പോരുമ്പോ കാണാം, ആട്ടിടയനായി 10 വർഷം ജോലി ചെയ്ത് ആ സമ്പാദ്യമാണ് മഹറായിട്ട് മൂസാ നബി അലൈഹിസ്സലാം ആ പെണ്ണിന്, സ്ത്രീക്ക് നൽകുന്നത്, മഹറായിട്ട് നൽകുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം ആശാരി പണിക്കാരനായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ആട്ടിടയനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും, നല്ല ആട്ടിടയനും നല്ല കച്ചവടക്കാരനും ആയിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെയും റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? മാ അക്കല അഹദുൻ തആമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. സ്വന്തം കൈകൊണ്ട് സമ്പാദിച്ചുകൊണ്ട് കഴിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം നമ്മൾ വേറെ കഴിക്കുന്നില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, ഫഖഫല്ലാഹു ബിഹാ വജ്ഹഹു ഖൈറൻ ലഹു മിൻ അൻ യസ്അലൻ നാസു അഅതുഹു ഔ. നമ്മളിങ്ങനെ ചോദിച്ചിട്ട്, അഭിമാനം നഷ്ടപ്പെടുത്തി ചോദിച്ചിട്ട് നൽകുകയോ, മനഉഹു ഔ അഅതുഹു മിൻ അൻ യസ്അലൻ നാസു അഅതുഹു ഔ മനഉഹു. നമ്മളിങ്ങനെ ചോദിക്കുമ്പോ ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. ഇങ്ങനെ അഭിമാനം നഷ്ടപ്പെട്ട് നമ്മൾ നടക്കുന്നതിനേക്കാൾ നല്ലത് വിറക് വെട്ടി പുറകിൽ നമ്മുടെ മുതുകത്ത് ചുമന്നു കൊണ്ടുവന്ന് വിറ്റിട്ട് അഭിമാനം സംരക്ഷിക്കുന്ന ആ ഒരു ധനമുണ്ടല്ലോ, ആ അഭിമാനത്തോടുകൂടി നമ്മൾ നടത്തുന്ന ഉപജീവന മാർഗമുണ്ടല്ലോ, ആ മാർഗത്തോളം നല്ല ഒരു വിഭവം നമ്മൾ ഭക്ഷിക്കുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കല് ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ അടുക്കല്, ഈസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ പോകുമ്പോ ഒരാളിങ്ങനെ ഒരു വ്യക്തി ആരാധനയിൽ പൂർണ്ണമായും ഇങ്ങനെ സമർപ്പിച്ചിട്ടിരിക്കുക. ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? എന്റെ സഹോദരൻ അധ്വാനിച്ച് എനിക്ക് ഭക്ഷണം കൊണ്ട് തരും. വലിയ അഭിമാനത്തിൽ പറഞ്ഞതാണ്. ഈസാ നബി അലൈഹി സ്വലാം അപ്പൊ പറഞ്ഞു, നിങ്ങളെക്കാൾ ആ സഹോദരനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമ്മളിതൊന്ന് തുലനം ചെയ്ത് നോക്കുക. നമ്മൾ ആരാധന, തൊഴിൽ, ഇതിനെ നമ്മളൊന്ന്, ഇസ്ലാം എത്ര ഭംഗിയായിട്ടാണ് ആരാധനയെയും നമ്മൾ ഇബാദത്ത് എന്ന് പറയുന്നതിനെയും നമ്മൾ തൊഴിൽ എന്ന് പറയുന്ന നമ്മുടെ ഉപജീവന മാർഗത്തെയും ഇസ്ലാം ബാലൻസ് ചെയ്യുന്നത് എത്ര സന്തുലിതമാണ്. അല്ലെ, നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ ഒരുപാട് മുതലാളിമാരുണ്ട്, ഒരുപാട് തൊഴിലാളികളുണ്ട്, ഉടമസ്ഥരുണ്ട്, അതിനെ സംരക്ഷിക്കുന്നവരുണ്ട്, നോക്കുന്നവരുണ്ട്, കൊണ്ടു നടക്കുന്നവരെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ എന്താ ചിന്തിച്ചിട്ടുള്ളത്? നമുക്ക് ലഭിക്കേണ്ടുന്ന അവകാശത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിർവഹിക്കേണ്ടിയിട്ടുള്ള ബാധ്യതയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സുലൈമാൻ നബി അലൈഹി സ്വലാമയോട് അദ്ദേഹത്തിന്റെ തൊഴിലാളി പറയുന്നുണ്ടല്ലോ, ഇന്ന അലൈഹി ലഖവിയ്യുൻ അമീൻ. സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കണം, നിങ്ങൾക്ക് ആ പണി പറ്റുമോ എന്ന് തൊഴിലാളിയോട് ചോദിക്കുമ്പോൾ, ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ നിങ്ങളുടെ വിശ്വസ്തനും ശക്തനുമായ സേവകനാണ് എന്നാണ് പറയുന്നത്. ഒരു തൊഴിലാളിയുടെ ബാധ്യത ഇസ്ലാം പഠിപ്പിക്കുകയാണ്.
ഇന്ന ഖൈറ മനിസ്തഅജർതൽ ഖവിയുൽ അമീൻ. കൂലിക്ക് നിർത്തുന്നതിൽ ശ്രേഷ്ഠനാരാണ്? ഒരു തൊഴിലാളിയുടെ ബാധ്യതയുടെ ഇസ്ലാം ലോകത്തെ തൊഴിലാളികളെ പറ്റി വിശുദ്ധ ഖുർആൻ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. വലിയ വിപ്ലവങ്ങൾ നടത്തി, വലിയ സമരങ്ങൾ നടത്തി. മെയ് ദിനമാണല്ലോ ഇപ്പോൾ. ഞങ്ങളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ സമരങ്ങളെ, ഉള്ളു പൊള്ളയായ കപടമായ സമരങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നതിൽ ഇവിടുത്തെ തൊഴിലാളികൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ? ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അനർഹമായ പദവികൾ നേടിക്കൊണ്ട് കൃത്യവിലോപം ഇവിടെ നടത്തുമ്പോൾ തൊഴിലാളികളുടെ ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ടോ? ആരാധനാ മേഖലകൾ പോലും ഏറ്റവും വലിയ കൊള്ളയുടെ, ആരാധനാ മേഖലയിൽ പണിയെടുക്കുന്നവർ പോലും ഏറ്റവും വലിയ തട്ടിപ്പിന്റെ, വെട്ടിപ്പിന്റെ കള്ളന്മാരായി മാറുന്നുവെങ്കിൽ, കരിഞ്ചന്തക്കാരായി മാറുന്നുവെങ്കിൽ, വലിയ വലിയ മാർക്കറ്റിംഗ് ഏജൻസിയുടെ ആളുകളായിട്ട് മാറുന്നുവെങ്കിൽ, ഈ അവകാശങ്ങളൊക്കെ, തൊഴിലിനെ കുറിച്ച് 8 മണിക്കൂർ പണിയും 8 മണിക്കൂർ വിശ്രമവും, തൊഴിലാളികളെ സംഘടിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവർ അവരുടെ ബാധ്യതകൾ നിർവഹിക്കുന്നുണ്ടോ? അവകാശത്തെ കുറിച്ച് ചിന്തിക്കുന്ന തൊഴിലാളി സഹോദരങ്ങൾ തങ്ങളുടെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടാണോ അവർ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾ ഇവിടുത്തെ സമകാലിക സാമൂഹികമായ അന്തരീക്ഷങ്ങളെ വെച്ചിട്ട് വിലയിരുത്തുക. കൃത്യവിലോപത്തിന്റെ, അഴിമതിയുടെ വലിയ കൂത്തരങ്ങായി അസ്ഥിരപ്പെട്ടു പോയി നമ്മുടെ തൊഴിലാളി മേഖലകൾ. എന്തുകൊണ്ട് ഇവിടെ വ്യവസായം വളരുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ കച്ചവടം വളരുന്നില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ കൃഷികൾ വളരുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല? ഈ ഒരു ബാധ്യത, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ ഒരു ബാധ്യത, ഒന്നാമത് ഞാൻ വിശ്വസ്തനായിരിക്കണം. ഇന്നി ലഖവിയ്യുൻ അമീൻ, ഞാൻ വിശ്വസ്തനായിരിക്കണം, ഞാൻ ശക്തനായിരിക്കണം. നമുക്ക് വിശ്വാസമുണ്ടോ? നമ്മുടെ പണിയെടുക്കുന്ന മേഖലകളിൽ, നമ്മുടെ ഓഫീസുകളിൽ വിശ്വസ്തയോട് കൂടിയിട്ടാണോ? പൂർണ്ണമായും അതിന്റെ സമയത്തിനനുസരിച്ച് സമയനിഷ്ഠ നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾ പാലിക്കാറുണ്ടോ? നമ്മുടെ യോഗ്യതയും വിശ്വസ്തതയും നഷ്ടപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കെ മദീന മരുഭൂമിയിലെ ഒരാട്ടിടയന്റെ തൊഴിലാളി ബാധ്യത, ഇവിടത്തെ വലിയ പരിഷ്കാരികൾ എന്ന് പറയുന്ന തൊഴിലിന്റെ അവകാശത്തെ കുറിച്ച് സംസാരിക്കുന്നവർക്കുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയൂ. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മരുഭൂമിയിലെ മദീനയിലെ ഏതോ ഒരറ്റത്തെ തെരുവിലൂടെ, ഒരു മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോൾ ആട്ടിടയനായ ആടുകളെ മേച്ച് തൊഴിലെടുത്ത് ഉപജീവനം നടത്തുന്ന ഒരു കൊച്ചു ബാലനെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ഒരെണ്ണം എനിക്ക് വിൽക്കുമോ? നിനക്ക് ഇരട്ടി വില തരാം. സ്വാഭാവികമായും മുതലാളിയോട് എന്ത് സമാധാനം പറയേണ്ടി വരുന്നുണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുതലാളിയോട് പറഞ്ഞാൽ മതി, അതിനെ ചെന്നായ പിടിച്ചുപോയി എന്ന് പറഞ്ഞാൽ മതി. ബാലൻ പറഞ്ഞു, ഖലീഫ, ഞങ്ങളുടെ ഭരണാധികാരി, ഇത് ഖലീഫയാണ് എന്ന് അറിയാതെയാണ് കേട്ടോ ഈ ബാലനുമായിട്ട് ഇങ്ങനെ സംസാരം നടക്കുന്നത്. ബാലൻ പറഞ്ഞു, ഞങ്ങളുടെ ഖലീഫ, മദീന പട്ടണത്തിലെ ഖലീഫ, ഞങ്ങളുടെ ഭരണാധികാരി കളവ് നിരോധിച്ചിട്ടുണ്ട്. അതിന് ഖലീഫ ഇപ്പൊ ഇത് കാണുന്നില്ലല്ലോ. ആ ബാലൻ, ആട്ടിടയനായ തൊഴിലാളി പറഞ്ഞു, ആര് കണ്ടില്ലെങ്കിൽ എന്താ, അള്ളാഹു കാണൂലേ? ഈ ഒരു ബാധ്യതാ ബോധം, ഉത്തരവാദിത്ത ബോധം, വിശ്വസ്തതാ ബോധം, സത്യസന്ധത നമ്മുടെ തൊഴിലാളി സുഹൃത്തുക്കൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ? സമയം തന്നെ നിർണയിച്ചിടത്ത് എത്ര കണ്ട് നമ്മൾ വെറുതെ ഇരുന്ന് സമയം നഷ്ടപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, നിങ്ങൾ പാല് വിറ്റ് ജീവിച്ച ഒരു പെണ്ണിന്റെ കഥ കേട്ടിട്ട് പലപ്പോഴും മിമ്പറുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഉമ്മ പറഞ്ഞു, മോളെ കുറച്ച് പാലിൽ വെള്ളം ചേർത്തോ. മോള് പറഞ്ഞ്, ഇത് പടച്ചോന് നിരക്കാത്ത പണിയല്ലേ. അതിന് ചരിത്രം, കഥ കുറേ ഉണ്ട് കേട്ടോ, ഞാൻ ചുരുക്കി പറയാം. ഇത് പുറത്തു നിന്ന് കേൾക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണെന്നറിയോ?
പാലിൽ വെള്ളം ചേർത്തുന്നു ഇപ്പം ആരും കാണൂലല്ലോ, വർത്തമാനങ്ങൾക്കിടെ ഇപ്പം ആരും കാണൂലല്ലോ, വെളുപ്പിനല്ലേ. അപ്പൊ മോള് ചോദിക്കുകയാണ് പടച്ചോൻ കാണൂല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഊരു ചുറ്റു വരുന്നു. നാടിന്റെ അവസ്ഥകളൊക്കെ നോക്കി മനസ്സിലാക്കാനായി ചുറ്റിത്തിരിയുമായിരുന്നു രാവും പകലും. അങ്ങനെ നടക്കുന്നതിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു കേട്ട ഒരു വർത്തമാനമാണ്, ആരും കണ്ടില്ലെങ്കിലും പടച്ചവൻ കേൾക്കുകയില്ലേ. ഈ കഥ ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മകന് പറ്റിയ ഒരു പെൺകുട്ടിയുടെ വർത്തമാനം നാം കേട്ടു. ഇന്നാലിന്ന സംഭവങ്ങൾ വിശദീകരിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ മകന് ആ പെൺകൊച്ചിനെ കല്യാണം ആലോചിക്കാം. അങ്ങനെ വിവാഹം നടന്നു. നമ്മുടെ അവകാശത്തെ കുറിച്ച് മാത്രം ചിന്തിക്കവേ നമ്മുടെ ജോലിയിൽ തൊഴിലാളിക്കുണ്ടാകേണ്ടുന്ന സത്യസന്ധത, തൊഴിലാളിക്കുണ്ടാകേണ്ടുന്ന ആത്മാർത്ഥത, തൊഴിലാളിക്കുണ്ടാകേണ്ടുന്ന ആ ഒരു കൃത്യനിർവഹണ ബോധം, ഇത് തൊഴിലാളിയുടെ ബാധ്യത എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു മറുവശമുണ്ട്. നമ്മൾ അവകാശത്തെ കുറിച്ചിട്ടാണല്ലോ സംസാരിക്കാറ്, തൊഴിലാളിക്ക് കിട്ടേണ്ടുന്ന അവകാശത്തെ കുറിച്ചിട്ടാണല്ലോ പറയാറ്. ഇതിന്റെ മറുവശം എന്താ? തൊഴിലാളിയുടെ ബാധ്യതയുടെ മറുവശം മുതലാളിയുടെ അവകാശമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? തൊഴിലാളിക്ക് അവകാശം ലഭിക്കുന്നത് പോലെ മുതലാളിക്ക് അവകാശം ലഭിക്കാൻ അർഹതയില്ലേ? എന്താത്തോ മുതലാളിയുടെ ബാധ്യത? മുതലാളി കൃത്യമായി മുതലാളിയുടെ ബാധ്യത നിർവഹിക്കുമ്പോഴാണ് തൊഴിലാളിക്ക് അവകാശങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇസ്ലാം ബാധ്യതക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ബാധ്യത പൂർണ്ണമായ ചുമതല ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾ പണിയെടുക്കുമ്പോൾ മുതലാളിയും തൊഴിലാളിയും പരസ്പരം ബാധ്യതകൾ പൂർത്തീകരിക്കുക. അവിടെ അവകാശങ്ങൾ തനിയെ സംഭവിക്കുമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ബാധ്യതയെ നിഷേധിച്ചുകൊണ്ട് അവകാശത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് തഖ്വയാണ്, ഈമാനാണ്, ഉത്തരവാദിത്ത ബോധമാണ്. മുതലാളിയായാലും തൊഴിലാളിയായാലും ഖുർആനിന്റെ അടിസ്ഥാനപരമായ വർത്തമാനം യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, പരസ്പരമുള്ള കരാറുകൾ നമ്മൾ പൂർത്തീകരിക്കുവാൻ, പരസ്പരമുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയണം. സൂറത്തുൽ മുഅ്മിൻ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കും. അതിലിങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വല്ലദീനഹും ലി അമാനാതിഹിം വഅദിഹിം റാഊൻ. വിശ്വാസികളുടെ സവിശേഷത പറയാണ്, അവർ കരാറുകളും ബാധ്യതകളും പൂർത്തീകരിക്കുകയാണ്. ആരാണ് വിശ്വാസികൾ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ ഭയഭക്തിയുള്ളവരായിരിക്കും. നമസ്കാരത്തിൽ വിജയിച്ച വിശ്വാസിയുടെ ഗുണം പറയുകയാണ്, അവർ നമസ്കാരത്തിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കും. എന്നിട്ട് അടുത്ത വർത്തമാനം വല്ലദീനഹും ലി അമാനാതിഹിം വഅദിഹിം റാഊൻ, അവർ കരാറുകൾ പൂർത്തീകരിക്കുന്നവരായിരിക്കും. എന്നിട്ട് പറയുകയാണ് ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരാവകാശികൾ. എന്തിന്റെ അനന്തരാവകാശികൾ? അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, അത്യുന്നതമായ സ്വർഗ്ഗത്തിന്റെ അവകാശികൾ. നമസ്കാരക്കാരെ പോലെ തന്നെ ഉത്തരവാദിത്തം ബാധ്യതകൾ നിർവഹിക്കുന്ന തൊഴിലാളിക്കും മുതലാളിക്കും ഒരേ സമയം അള്ളാഹുവിന്റെ സ്വർഗം. ആരാധനയും തൊഴിലിനെയും ഇങ്ങനെ സമന്വയിപ്പിക്കുന്ന ജീവിത രീതി ഇസ്ലാം അല്ലാതെ വേറെ, ഇസ്ലാമിലെ ജീവിതശീലങ്ങളിൽ അല്ലാതെ നമുക്ക് വേറെ എവിടെയാണ് കാണാൻ കഴിയുക? ഇത് ഉൾക്കൊണ്ടവനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം തന്റെ തൊഴിലാളിയുടെ വേർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ അവകാശപ്പെട്ട കൂലി കൊടുക്കുക എന്നത് മുതലാളിയുടെ ബാധ്യതയാണ്. ഞാൻ അത് കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്ന ഭയം തന്റെ ബാധ്യതയെ കുറിച്ച് മുതലാളി ചിന്തിക്കുന്നു. ഞാൻ നിർത്തിയിരിക്കുന്ന എന്റെ തൊഴിലാളിയെ പ്രയാസപ്പെടുത്താതെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, 3 ആളുകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അതിൽ ഒരാൾ ഞാൻ നാളെ ഖിയാമത്ത് നാളിൽ എതിരായിരിക്കുമെന്നാണ് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാസതൻ അന ഹസ്മുഹും യൗമൽ ഖിയാമ,
നാളെ 3 പേർക്ക് ഞാൻ എതിരായിരിക്കും. അതിലൊരു കൂട്ടരാരാണെന്നറിയോ? റജുലുൻ ഇസ്തഅജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യൂഫി അജ്റഹു. നമ്മളിങ്ങനെയാണ്, പണിയെടുപ്പിക്കാവുന്നിടത്തോളം എടുപ്പിക്കില്ല. നമ്മുടെ വീട്ടിൽ ഒരു പണിക്കാർ വന്നാൽ സമയത്തിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കാൻ പറ്റില്ല, കുറച്ച് 2 കെട്ട് കൂടുതൽ കൊണ്ടുവെക്കട്ടെ, അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുക. മാക്സിമം അവന് കഴിവിന്റെ പരമാവധി അല്ല അതിനേക്കാൾ അപ്പുറം പണിയെടുപ്പിച്ചു കഴിഞ്ഞാലോ മാക്സിമം കുറച്ച് കാശ് കൊടുക്കല്ലേ. നമ്മൾ നിന്ന് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യും, കുറച്ച് കൊടുക്കും, ഇത് മതിയോ അത് പോരാ, അപ്പൊ ഒരു 50 രൂപ കൂടെ കയറ്റി വെച്ചു, ഇത് മതിയോ അത് പോരാ അല്ലേ? അങ്ങനെ തന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ്. അങ്ങനെയല്ല, പരമാവധി തൊഴിലാളിക്ക് അവന്റെ ആരോഗ്യാവസ്ഥ, അവന്റെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് അവനെ കരാറേൽപ്പിക്കുക, പണിയേൽപ്പിക്കുക. എന്നിട്ട് അവന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവന്റെ അവകാശം എന്റെ ബാധ്യത, അവന്റെ അവകാശമല്ല എന്റെ ബാധ്യത ഞാൻ നിർവഹിക്കുക. തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളമോ ഇങ്ങനെ ബാധ്യത നിർവഹിക്കുന്ന ഒരു മുതലാളിയോട് ഞാൻ വിശ്വസ്തനും ശക്തനുമായിരിക്കണം. സത്യസന്ധമായി ഞാൻ ആ പറഞ്ഞ സമയത്ത് ചെയ്യാവുന്ന പണി, എന്നാൽ കഴിയുന്ന പണി ഞാൻ ചെയ്തു തീർക്കണം. ഇസ്ലാമിലെ തൊഴിലാളി മുതലാളി ബന്ധം ഇങ്ങനെ പരസ്പരം സഹകരണത്തിൻ്റെതാണ്. മുതലാളിയെ മാറ്റി നിർത്തി തൊഴിലാളികൾ മാത്രം സംഘടിച്ചാൽ പോരാ, തൊഴിലാളികളെ മാറ്റി നിർത്തിയിട്ട് മുതലാളി മാത്രം നന്നായാൽ പോരാ. പരസ്പരം ബന്ധിതമാണ്. തൊഴിലാളി ഇല്ലെങ്കിൽ മുതലാളി ഉണ്ടോ? നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ മുതലാളി സുഹൃത്തുക്കൾ. രസകരമായിട്ട് ചോദിക്കും, ഒരു കെട്ടെടുത്ത് വെക്കാൻ നമുക്ക് പറ്റൂ? ഞാനാണ് മുതലാളി എന്നുണ്ടെങ്കിൽ ഒരു ബണ്ടൽ എടുത്തു വെക്കാൻ എൻ്റെ ആരോഗ്യസ്ഥിതി കഴിയില്ല കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? അതിന് തൊഴിലാളി വേണ്ടേ? തൊഴിലാളി ഇല്ലാതെ എന്റെ ഈ ചരക്കുകൾ വിറ്റഴിഞ്ഞിട്ട് എന്റെ മക്കൾ ഉപജീവനം നടത്തണമെങ്കിൽ എന്റെ സഹായി ആയിക്കൊണ്ട് എനിക്ക് തൊഴിലാളി വേണ്ടേ? തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കൂ. എനിക്കിങ്ങനെ പണി ലഭിക്കാൻ, എനിക്കിങ്ങനെ തൊഴിൽ ലഭിക്കാൻ, എനിക്കിങ്ങനെ ജോലി ലഭിക്കാൻ കാരണക്കാരനായ മുതലാളി ഉണ്ടല്ലോ. ഈ മുതലാളി ഇല്ലെങ്കിൽ ഞാനുണ്ടോ? തൊഴിലാളി ഇല്ലെങ്കിൽ മുതലാളിയില്ല, മുതലാളിയില്ലെങ്കിൽ തൊഴിലാളിയില്ല. പരസ്പരം ഉത്തരവാദിത്ത ബന്ധിതമായ, എവിടെ ഉത്തരവാദിത്തം? ഈ ഭൂമിയിൽ മാത്രമല്ല, നാളെ പരലോക പ്രധാനം. ഞാൻ ഇവിടെ എന്റെ കരാറുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ യാ അയ്യുഹൽ അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവർ ആരാധനാ മേഖലകളിൽ അല്ലാഹുവിനോട് പൂർണ്ണമായും ശുക്ർ ചെയ്യുന്നവരായിരിക്കെ വല്ലദീന ഹും ലിഅമാനാതിഹിം വഅദിഹിം റാഊൻ. ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഉലൈക ഹുമുൽ വാരിസൂൻ. എനിക്ക് അനന്തരമായി ലഭിക്കുവാൻ പോകുന്നത് അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ശാശ്വതമായ സ്വർഗമാണ് എന്നെ മുതലാളിയായി നിലനിർത്തുന്നത്, എന്നെ തൊഴിലാളിയായി നിലനിർത്തുന്നത്. സത്യസന്ധനായ തൊഴിലാളിയായി, വിശ്വസ്തനായ ശക്തനായ തൊഴിലാളിയായി നിർത്തുന്നത് എന്റെ പരലോകബോധമാണ്, എന്റെ സ്വർഗീയമായ ജീവിതമാണ്. ഞാനിവിടെ നിർത്തുകയാണ്. ഇസ്ലാമിലെ ഒരു ജീവിതത്തിന്റെ ഉപജീവന മാർഗത്തിന്റെ മർമ്മം അവകാശത്തെക്കാൾ നമ്മുടെ ബാധ്യതയാണ്. അദ്ദേഹലോകത്ത് മാത്രമല്ല, നാളെ പരലോകത്ത് സ്വർഗീയമായ ജീവിതം നേടുന്നിടത്തോളം പൂർണ്ണമാകുന്ന ഒരു ജീവിതമാണ്. അങ്ങനെ ഐശ്വര്യപ്രധാനമായ ഒരു ജീവിതം നയിക്കുവാൻ എന്റെ തൊഴിലാളി സുഹൃത്തുക്കൾക്ക്, എന്റെ മുതലാളിമാർക്ക്, ഉടമസ്ഥർക്ക് പരസ്പരം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ ബർക്കത്ത്, റഹ്മത്ത്, ഫളൽ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് സ്വസ്ഥവും സമാധാനവുമായ കുടുംബജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 അറിയിപ്പുണ്ട്. ഇന്ന് മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. മസ്ജിദ് കൗൺസിലിൻ്റെ ഫണ്ട് കളക്ഷൻ ഉണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കണം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുഅദ്ദിൻ്റെ അനുജൻ്റെ ഭാര്യ അസുഖബാധിതരായിരിക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥന ഉൾപ്പെടുത്തണം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരിയുടെ വേർപാടിലൂടെ സംഭവിച്ച വിടവ്, ആ വിഷമങ്ങളെല്ലാം അള്ളാഹു പരിഹരിക്കുമാറാകട്ടെ.
നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷമതകളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവല് നൽകി, സംരക്ഷണം നൽകി, സ്വസ്ഥതയും സമാധാനവും പരിഹാരവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും കൂടെ നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.